പിന്നീട് ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയ്ക്കും വളരെ പ്രിയപ്പെട്ട സിനിമയായിരിക്കും. നമ്പർ 20 മദ്രാസ് മെയിലാണത്. അതെ. അതിൽ ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടിയായിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ സംവിധായകനും അതിൻ്റെ ആൾക്കാരും ഒക്കെ പറഞ്ഞ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ നിർമ്മിച്ചതും എഴുതിയതും സംവിധായകനും ഒക്കെ നമുക്ക് ജോഷി ഒക്കെ അല്ലേ വളരെ എൻ്റെ അറിവ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ആ സിനിമയെക്കുറിച്ച് മനോരമയിൽ സംവിധായകൻ്റെ പേരിലുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യം പ്ലാൻ ചെയ്തത് മമ്മൂട്ടി ഒരു ഗസ്റ്റ് വേഷമായിരുന്നു. അത് പിന്നീട് ചർച്ചയിൽ അങ്ങനെ ഒരു ഗസ്റ്റ് വേഷത്തിൽ ഒതുക്കണ്ട, ഇവരെ ഈ ട്രെയിൻ യാത്രക്കിടയ്ക്ക് രക്ഷപ്പെടുത്തുന്ന ഒരു വളരെ ഇതായിട്ടുള്ളതായിരുന്നു. അത് വലിയ വേഷമായിട്ട് തന്നെ വരട്ടെ എന്ന് എല്ലാവർക്കും തോന്നി, മമ്മൂട്ടിക്കും തോന്നി. അങ്ങനെ ഒരു വളരെ ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് വളരെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടുപെട്ടൊരു സിനിമയാണ്. ഒരു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ബോഗിയിൽ ആണ് സീനുകൾ മുഴുവൻ എടുക്കുന്നത്. ഫൈറ്റൊക്കെ അതിനകത്ത് എടുക്കണം. രാത്രി മുഴുവൻ പിന്നെ അതിനകത്ത് ഒരു രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ അല്ല, തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. അത് അങ്ങനെ മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ മറ്റ് പോർഷൻസ് സീനുകളൊക്കെ എടുത്തിട്ടുള്ളത് ഷൊർണൂർ ടു അങ്ങാടിപ്പുറം വരെയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഷെഡ്യൂളിൽ അത് പാലക്കാട് ടു അങ്ങാടിപ്പുറം വരെയായി. അന്ന് രാത്രി മുഴുവൻ മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കും, പകൽ പോയി മൃഗയിൽ അഭിനയിക്കും. അങ്ങനെയായിരുന്നു. വളരെ അന്തരമുള്ള രണ്ട് കഥാപാത്രങ്ങളായിരുന്നു. ഏതാണ്ട് വെളുപ്പിന് 3 മണി 4 മണി 5 മണി വരെയും ഇതിൻ്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് പാലക്കാട് ഇന്ദ്രപ്രസാദ് ഹോട്ടലിൽ വന്നു മമ്മൂട്ടിയും മോഹൻലാലും താമസിക്കുന്നത്. അദ്ദേഹം രാവിലെ 10 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് മലമ്പുഴയിൽ മൃഗയിൽ വാറുണ്ണിയെ അവതരിപ്പിക്കാൻ പോകും. അങ്ങനെയായിരുന്നു ആ സിനിമ ചെയ്തത്. അത് അത്രയും വലിയ പ്രാധാന്യമായിട്ട് അത് വലിയ റോൾ തന്നെ ആകണം എന്ന് ആദ്യം ചെറിയ വേഷമാണ്, ഇതുപോലെ ഗസ്റ്റ് വേഷം പോലെ ആയിരുന്നു. അത് പിന്നീട് തോന്നി അത് പോരാ എന്ന് തോന്നി, അതിന് വലുതാക്കണം തോന്നി. അങ്ങനെ വലുതാക്കിയാണ് ആ സിനിമയിൽ